പെണ്ണിന്റെ അനക്കയില്ല ചെയ്യാതു വില അടച്ചത് അത് വളരെ അടച്ചു കയറ്റി കുത്തിട്ടേക്കുന്നു മോനിന് കയറ്റി കുത്തിട്ടേക്കുന്നു ആ പെണ്ണോട് പയ്യാ പെണ്ണെ കഥ അടച്ചിരിക്കുന്നു ആ പെണ്ണെവിടെ പെണ്ണ് അടുക്കളയിരിക്കുക പെണ്ണെവിടെ അടുക്കളയിൽ അടുക്കളയിൽ ചെറിയ അവളാ പെണ്ണേ അവിടെ ശരിയില്ല പെണ്ണേ എന്തമ്മാ നീ എന്തിനാ കൊച്ചിന്റെ ബുക്ക് പൊതിയണമ്മ നീ ബുക്കിന് ബുക്ക് പൊതിഞ്ഞോണ്ടിരിക്കുന്ന ഓ ശരിയന്നെ നേരെ എത്രയായില്ലേ ഓ നേരെ എത്ര ആയാലെന്ത് നീ ബുക്ക് പൊതിഞ്ഞോണ്ടിരിക്കുന്ന ഓ അവിടെ ഇരിക്കും നിനക്ക് ഇതാവില്ല ഓന്ന് ചെറിയ ബുക്ക് എവിടെ ഇത്രയും ബുക്ക് സ്കൂളിൽ നിന്ന് ചെറിയ ബുക്ക് ഉണ്ടാ ഓ എന്റെ പൊന്നെ പഠിക്കണ ഓ ഇത്രയും ബുക്ക് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്കാണമ്മ ഇത്രയും പൊതിഞ്ഞു വെച്ചിട്ട് ഇനി പൊതിയാൻ ബാക്കിയുണ്ട് അറിയാമോ എവിടെ പേരുന്ന അമ്മ വാതിലടച്ചിരിക്കണം ഞാൻ ഇവിടെ ഇരിക്കണോണ്ട് ഈ പിള്ളേരെ കൊണ്ടല്ല അതുകൊണ്ട് ഞാൻ വാതിലടച്ചിരുന്നത് ഓ ഇത്രയും ബുക്ക് പൊതിയണ്ടേ നിങ്ങളവിടെ ഇരിക്കും ഈ സ്കൂളില്ലേ വേണ്ട സ്കൂളില്ലേ ഇത് അപ്പുറത്തെ പേജില് ഡ്രോ ചെയ്യണം ഭയങ്കര പാടായിരിക്കും ഞാൻ ഒരു പുതിയ രീതി കണ്ടുപിടിച്ചു എങ്ങനാ നോക്കിക്കോണേ പേപ്പർ അതിന് കണക്കിന് കട്ട് ചെയ്യട്ടെ പുതിയൊരു രീതിയാണ് പിടി നീ പാട് ഒരു മിനിറ്റ് മക്കളെ ബുക്ക് അങ്ങോട്ട് അമ്മച്ചി സ്കൂളിൽ ഇരിക്കണില്ല സ്കൂളിൽ വെച്ച് പൊതി അതാണ് അമ്മേരെ ബുദ്ധി കൊണ്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് കളയണം ഈ സൈഡിൽ നീളാൻ പാടില്ല എന്നിട്ട് നോക്കണേ ബുക്കിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തുറന്ന് വെക്കണം സൈസ് കറക്റ്റ് ആക്കണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ പൊക്കിയിട്ട് ഇതിനിങ്ങനെ എടുത്ത് ഇങ്ങനെ കേൾക്കണം കണ്ട അപ്പൊ ഒരു പാടുമില്ല കണ്ട അതുപോലെ എന്നിട്ട് അതേ ടൈപ്പ് തന്നെ രാവിലെ കട്ട് ചെയ്യണ്ട ടാപ്പ് വേണ്ടതാണ്ട സിമ്പിൾ പക്ഷെ ഈ പേപ്പറൊക്കെ 3-ാം ക്ലാസ് അല്ലേ പഠിക്കുന്ന 4-ാം ക്ലാസ് അമ്മ 4-ാം ക്ലാസ് എനിക്ക് ഒരുപാട് ബുക്കുണ്ടല്ലേ ഒരുപാട് ബുക്കുണ്ട് പണ്ടത്തെ കാലമല്ല അമ്മ ഒരു ബുക്ക് ഒരു ചേച്ചി മാത്രമല്ലേ ഉള്ളൂ ചേച്ചി അത് പണ്ടമ്മ ഒരു സ്ലേറ്റൊക്കെ പണ്ട് എനിക്ക് ഇത്രയും ബുക്കൊന്നുമില്ല അത് പണ്ട് ഒരു സ്ലേറ്റും ഒരു ബുക്കേ ഉള്ളൂ ഇപ്പൊ അങ്ങനെയല്ല ഒരുപാടായി ഒരു സബ്ജക്റ്റിന് തന്നെ 73-80 കാലം പോയി എന്നാണ് കുളു കൊടുക്കണ നാളെ ഓ അപ്പൊ അച്ഛൻ നാളെ സ്കൂൾ തുറക്കും കേട്ടാ
അപ്പൊ നാളെ നിനക്ക് കൊണ്ടാക്കലി നാളെ കൊണ്ടാക്കലി എന്തെന്നെ നാളെ നിനക്ക് കൊണ്ടാക്കലി. ഓ നാളെ കൊണ്ടാക്കണം. അവളെ അച്ഛമ്മ സ്കൂളിൽ വരും. നാളെ സ്കൂളിൽ ചെല്ലണ നിങ്ങള്? സ്കൂളിൽ ചെല്ലണ? സ്കൂളിൽ പോണാന്ന് ചെറുക്കൻ സ്കൂളിൽ പോണാന്ന് നാളാ? ആര്? നിങ്ങള്? ഞാൻ പോണില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയൊന്നുമല്ല, മനുതരയൊന്നുമല്ല, വല്ലതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നാലാഞ്ചിറ ഓ നാലഞ്ചിറ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോണേ മറന്നുപോയാ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പോയിട്ടില്ല നാലഞ്ചിറ. പോയിട്ടില്ല. ഇപ്പൊ അങ്ങനെ ആയാ? നാലഞ്ചിറ കൊടുത്തില്ലൊന്നും എന്നെ കൊണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്നോ എന്നെ എവനെ നീ കൊണ്ടാക്കോ, അവൻ വണ്ടി കൊണ്ടാക്കോ? അത് വണ്ടി ഉണ്ടമ്മ, വണ്ടി ഉണ്ടാ? ഓ 2 ദിവസം വണ്ടി ഉണ്ട്. ഭാവിക്ക് കൂടുതൽ എന്തിരുന്നേ? എവിടെ കൊണ്ടാക്കാനും അവനെ കൊണ്ടാക്കാനും വണ്ടി ഉണ്ടാ? ഓ വണ്ടിയുണ്ട്, വണ്ടിയുണ്ട്, വണ്ടിയുണ്ട്. വണ്ടിയുണ്ട്. ചുരുട്ടല്ലെന്ന് പറയാ, അത്രയും ചുരുട്ടി കളയുകയാണ്. ഇനി അത് ഉടഞ്ഞു പോകും മക്കളെ. ചേച്ചി കൊണ്ട് വയ്യാ, വനിതയുടെ പള്ളി കൊടുത്തേന്ന് പറഞ്ഞത്. ഒരു ചേച്ചി കൊണ്ട് വയ്യാതെ കൊണ്ട് പോയാ മതിയാ? ഇപ്പോഴാണ് ഇത്രയും ബുക്ക്. ഇതിപ്പോ പഠിച്ചതും പിള്ളേരാ പഠിച്ചു തീർത്തേ പറ്റോളമ്മ. ഇപ്പൊ ഇതൊക്കെ പഠിച്ചാലേ പിള്ളേര് പാസ്സാവൂ. ഇതൊക്കെ കണ്ടപ്പോഴേ അച്ഛമ്മ കള്ളു. അപ്പൊ ഓ പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. അച്ഛമ്മ ഈ ബുക്ക് കണ്ടപ്പോഴേ അച്ഛമ്മയുടെ കണ്ണ് +1 +2 ബുക്കാ. അതെന്തൊരു വേല അമ്മ? +1 +2 എന്ന് പറയണതേ പിള്ളേര് ഇനി അടുത്ത് പഠിച്ച് പഠിച്ച് വലിയ ഇതാവൂലേ, ആ സ്കൂളാണ് +1 +2 കേട്ടാ. 11 12 കേട്ടാ. 11 12. ഓ അതാണ് +1 +2. നിന്റെ കയ്യിൽ അത് സ്റ്റാപ്ലർ അമ്മ. അത് നമ്മള് അത് നമ്മൾ ഈ പൊതിയണ പേപ്പറില്ലേ, പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് കീറി ബുക്കും പോവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യണതാണ് സ്റ്റാപ്ലർ. ഇതമ്മ ആ മേച്ചയുടെ പുറത്തൊരു തലങ്ങണിയും തലങ്ങണിയാ? അമ്മ എന്റെ 3ാം ക്ലാസ്സിൽ ഈ പ്രായമുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ അയോളം വരുന്ന അത്തരം തന്നെ. വാ ഞാൻ ചെയ്യാം, മാറ്റാം. അമ്മ കയ്യഴിവ് വേണ്ടേ? ഓ അതാണ് നല്ലത്. നീയും പൊതിയും പോ, ചേട്ടൻ്റെ കൂടെ പോ. ആനക്കുട്ടി ഇട്ട് കൊടുത്തേക്ക് മിണ്ടാറില്ല. അമ്മ ഇവിടെ പറഞ്ഞില്ലേ ആനക്കുട്ടി? പിന്നെ സന്തോഷത്തോടെ പോ, പക്ഷെ അടിയിൽ നിന്ന് ഓട്ടിക്കേണ്ട അവസ്ഥ വരുത്തരുത്. നാളെ മുതൽ നീ പിള്ളേരെ പുള്ളി പറഞ്ഞേച്ചാൽ നമ്മള് 2 പേരും മാത്രമായി. ഓ ഞങ്ങൾ ടിക്കറ്റ് അടിക്കോ? വൈകിട്ട് വന്നിട്ട് നിനക്ക് ട്യൂഷന് പോണ്ടേ മക്കളെ? ചില ദിവസം പോകൂലല്ലോ. പിന്നെ ഞാൻ വൈകുന്നേരം എനിക്ക് നേരം എന്റെ ഭർത്താവും ജോലിക്ക് പോയില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാവോ? ഞാൻ ഉണ്ടല്ലോ. നീയല്ലേ ഉള്ളു ഒറ്റയ്ക്ക്? ഞാനേ ഉള്ളു ഒറ്റയ്ക്കാ. നീ ജോലിക്കൊന്നും പോവല്ലേ? എന്ത് ജോലിക്ക് പോയാ? എന്റെ ഭർത്താവ് ജോലിക്ക് പോവേണ്. അപ്പൊ നമ്മൾ 2 പേരേ ഉള്ളു. അവിടെ ഞാൻ ജോലിക്ക് പോണ്ടേ? നീ ജോലിക്കൊന്നും പോണ്ടേ? ജോലിക്ക് പോയാ എങ്ങനെ ഞാൻ ജോലിക്കും കൂടെ പോയാൽ എങ്ങനെ ജീവിക്കുമ്മ? പോണേ. നീ ജോലിക്കൊന്നും പോയാൽ ഇവിടെ ആളില്ല. ഇവിടെയുള്ളവരൊക്കെ ഇവിടെ പോയാ ഇവിടെ തനിച്ചേ ഉള്ളു. അതുകൊണ്ട് നീ ജോലിക്കൊന്നും പോണ്ട. കൊച്ചിന്റെ കൊടയൊക്കെ വാങ്ങിച്ച? കൊട വാങ്ങിച്ചമ്മ. അവൻ എന്ത് ചെയ്താ?
അതങ്ങ് മേളി വെച്ചിരിക്കുന്നു. ഇപ്പൊ എടുത്ത പിള്ളേരെ തുളച്ചിട അതിന്റെ മേളി വെച്ചേക്കുന്നു. പണ്ട് നമ്മള് നനഞ്ഞാണ്ട് സ്കൂളിൽ പോന്നു. തന്നെ കൊടയില്ലേ? അമ്മ അച്ഛനും വാങ്ങിച്ചേരാ അമ്മ സമ്മതിക്കില്ല. സമ്മതിക്കൂലേ? അച്ഛനോട് വാങ്ങിച്ചേരാ. അച്ഛനോട് പറഞ്ഞാല് അമ്മ തടുക്കും. തന്നെ? അയ്യോ. എന്നിട്ട് ഒന്നും സമ്മതിക്കില്ല. നനഞ്ഞാ മതിയെന്ന് പറയും. തന്നെ? അപ്പൊ നിങ്ങൾ നനഞ്ഞു വരുമോ? ഞാൻ നനഞ്ഞോണ്ടിനെ പോവും. ഒന്ന് തിന്നിട്ടേ തിന്നണ്ടേ? വെച്ചെന്നിരിക്കോ പനിക്കുട്ടി. തന്നെ? കഞ്ഞോണ്ട് ആ കഞ്ഞിയെ കുടിച്ചോണ്ടിരിക്കോ. പയറും കഞ്ഞിയുണ്ട്. ആ പയറും കഞ്ഞിയും കുടിച്ചുകൊണ്ടിരിക്കൂ. ഇന്നാണെങ്കിൽ സ്കൂളിൽ ചോറൊക്കെ ഉണ്ട്. ഇന്ന് ചോറൊക്കെ ഉണ്ട്. അന്ന് കഞ്ഞിയായിരുന്നു. ഒരു കൂട്ടാനാ കൊടുക്കുന്ന. അല്ലമ്മ നിറച്ച് കൂട്ടാനുണ്ട്. സാമ്പാറുണ്ടാവും, എന്തെങ്കിലും ഇതുണ്ടാവും, അല്ലാതെ അവിയല തോരൻ അങ്ങനെ കാണും. പിന്നെ ഏതാ 1-2 ദിവസം ഇറച്ചിയുണ്ട്. നമ്മുടെ ഒന്നുമില്ല. ഞാൻ പഠിച്ചിരുന്നപ്പോ അതൊന്നുമില്ല. വെറും കഞ്ഞി മാത്രമേ ഉള്ളൂ. ഞാൻ പഠിച്ചിരുന്നപ്പോഴും പയറും കഞ്ഞി ഉണ്ടായിരുന്നു. പയറും കഞ്ഞി ഞാൻ പഠിച്ചിരുന്നപ്പോ കഞ്ഞി പയറും കഞ്ഞി. അന്നത്തെ പയറും കഞ്ഞിയുടെ ടേസ്റ്റ് ഇന്നത്തെ ഒരു കറിക്കും ഇല്ല. അതറിയാമോ? ഒരു കറിയില്ല. പിന്നെ തന്നെ അന്നത്തെ പയറും കഞ്ഞിക്ക് അതിൻ്റെതായ രുചിയുണ്ടായിരുന്നു. ഇന്നത്തെ പിള്ളേർക്ക് അറിഞ്ഞൂടാ. കൊടയില്ലാതെ പോകും. തന്നെ? അന്നത്തെ കാലമല്ലേ ഇന്ന്. ഇന്ന് കാലം മാറിയില്ലേ അമ്മ? ഏത് പിള്ളേര് നനഞ്ഞോണ്ട് പോവും? ഇപ്പൊ ഒരു പിള്ളേര് നനഞ്ഞോണ്ട് പോയില്ല. കൊടയില്ല. വീട്ടുകാരെ നനച്ചുവിട്ടാ കേസുവോ കാലം? ചെറുക്കനായിട്ട് പണ്ടൊക്കെ കുട്ടി പറഞ്ഞ അടിയൊന്നും കൂടല്ലോ. അവൻ അടിയൊന്നും കൂടൂല. അടിയൊന്നും കൂടൂല. അടിയൊക്കെ കൂടും. ആര്? ആ പണ്ടുള്ള പിള്ളേര്. പണ്ടുള്ള പിള്ളേരാ? നിങ്ങളോട് അടി കൂടുമായിരുന്നാ? എല്ലാവരുടെയും പേരും അടി കൂടായി. തന്നെ? ഞാൻ സമ്മതിക്കൂല. ഞാൻ പോവൂല. നിങ്ങളുടെ കൂടെ അടി വിടാൻ വരും? എന്നോട് അവര് പിടിക്കായി. ഞാൻ പറയും നിന്റെ ഞാൻ സ്റ്റാഫിലെ പിന്നെങ്ങള് അടിയൂടെ പോലെ ശരിയേ. ഞാൻ പറയാം. പിള്ളേരാകുമ്പോ അടി കൂടി 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 മതി. ശരി, ഞാൻ പറയാം. ഞാൻ ഒന്നിനും പോകലും. ഞാൻ പറയാം. വീണ്ടും വന്ന് ശല്യം ഉണ്ടാക്കാൻ. ശല്യം ഉണ്ടാക്കണല്ല, ഉപദ്രവിക്കണത്. നോക്കാനാണെങ്കിൽ ഉണ്ടാകും, നോക്കിക്കൊണ്ടിരിക്കണം. ഒരു വക ചെയ്യാൻ പറ്റില്ല. ഒരു വക അങ്കവാടി ഇങ്ങനെ ഉള്ളപ്പോ ചെയ്താൽ മതിയായിരുന്നു. ഈ നിക്കർ ആരുടെ അതേപോലെ ആരെ നിക്കറടി കുഞ്ഞാ? ഇതിന് ചേട്ടന്റെ നിക്കറൊക്കെ എടുത്തിട്ടിരിക്കുന്ന ഒരാൾ കൂടെ കയറി പോലാനാ. ഇന്നങ്ങനെ ഇട്ട് തീരോ? നിക്കാറില്ലേ ചെറുക്കന്റെ നിക്കാറില്ലേ ഈ പെണ്ണ? അയ്യോ, അതങ്ങനെ ഒരെണ്ണം ചെറുക്കന്റെ നിക്കറയല്ലേ എടുത്തിട്ടിരിക്കുന്ന. ഈ പെണ്ണിന്ന് ഉരുക്കളെ ഊരി അങ്ങ് മാറ്റിയിടുന്നില്ലേ? അല്ല കുറച്ച് ആക്കല്ലേ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. അയ്യോ ഇപ്പോഴേ നഴ്സറി പോകുമ്പോഴേ ശല്യം ഇത്രയ്ക്ക്. സ്കൂളിലുണ്ടെങ്കിലാ നിന്റെ കൂടെ അപ്പോൾ പേടിക്കണ്ട. അമ്മ എവിടെ അടുത്ത വർഷം ആക്കാമ്മ? ഈ വർഷം തന്നെ. അടുത്ത വർഷം 4 വയസ്സായില്ലല്ലോ. 4 വയസ്സായില്ല. അമ്മയാണെങ്കിൽ സ്കൂളിൽ 4 വയസ്സായില്ല. ആ മോടിപ്പെന്റെ നേതൃത്വത്തിന് പോണം. അല്ലമ്മ, മോടിപ്പെന്റെ നേതൃത്വല്ലേ? അല്ല. പിന്നെ ഇവിടെ താഴെ വേറൊരു അംഗൻവാടി ഉണ്ട്. അതാകുമ്പോ വൈകുന്നേരം വരെ ഉള്ള ഒരു അംഗൻവാടി.
ജോലിക്കൊക്കെ പോണവർക്കേ മോളി ആമേനാണെങ്കിൽ 3-4 മണി വരെ അങ്കവാടി മോളി ചേച്ചി അവിടെ വൈകുന്നേരം വരെ ഇല്ല. ഇവിടെ പോണിട്ട് വൈകുന്നേരം വരെ ഉണ്ട്. മനസ്സിലായ? മനസ്സിലായി. ഓക്കെ. ഇത്രയും ബുക്കുണ്ട്. കുഞ്ഞ മാറുന്നില്ലേ മക്കളെ? ഇത് കൊറേ ബുക്കുണ്ടല്ലേ വിജയ്? ഓ കൊറേ ബുക്കുണ്ട്. നമ്മൾ പഠിച്ച പോലെ ഒന്നും അല്ല. നമ്മള് പഠിച്ചതുപോലെയൊന്നും അല്ല. ഞാൻ 10ാം ക്ലാസ്സിലാണ് തോന്നുന്നു ഇത്രയും ബുക്കുമായിട്ട് സ്കൂളിൽ പോയ. അയ്യോ കാലം മാറിയമ്മ, പണ്ടത്തെ കാലമൊന്നും അല്ല. പൊതിഞ്ഞു തിന്നമ്മ. ഇനി പേരൊട്ടിക്കണം. പേരൊട്ടിച്ചിട്ട് പേരെഴുതണം. പിന്നെ ബുക്കിൽ പേരും അഡ്രസ്സൊക്കെ എഴുതണം. മുറിഞ്ഞ നല്ല കാര്യം. വണ്ടിയൊക്കെ പറഞ്ഞു ഓ വണ്ടി വിളിച്ചു. വണ്ടി നേരത്തെ വണ്ടി തന്നെ. നേരത്തെ വണ്ടി തന്നെ. ഓ നേരത്തെ കഴിഞ്ഞ വർഷം കൊണ്ടുപോയില്ലേ? അതേ വണ്ടി തന്നെ പ്രാവശ്യം. വിശ്വസിക്കാൻ കൊള്ളാം. ഓ വിശ്വസിക്കാൻ കൊള്ളാം. ഇവിടെ അപ്പുറത്ത് താഴെയുള്ള തന്നെ. സൂക്ഷിക്കണം. പണ്ടുള്ള കാലമല്ല. പിള്ളേരെ തട്ടിക്കൊണ്ട് പോവല്ലേ? ചെറുക്കന് കുണ്ടനിയുള്ള ചെറുക്കനാണ്. ഉറക്കം വരണം. നീ രാത്രി ഉറങ്ങണ്ടേ അവനെ? എപ്പ അമ്മ ഇതൊക്കെ ഉറങ്ങുമ്പോഴല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉറങ്ങാൻ 10-12 മണിയാവൂലേ? നീ അടുത്ത് ഉറങ്ങുമല്ലേ? ഇതൊന്നും ഉറങ്ങാനൊന്നും സമ്മതിക്കൊന്നുമില്ല. ഇവരൊക്കെ ഉറങ്ങുമ്പോഴേ നമുക്ക് ഉറങ്ങാൻ പറ്റും. നീ അടുത്ത് ഉറങ്ങുമല്ലേ? ഇതൊക്കെ ഉറങ്ങുമ്പോഴേ ഇതൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഞാൻ ഉറക്കം വരുമ്പോ പോവാണ്. ഞാൻ അവനെ നോക്കിയിരിക്കില്ല. ഞാൻ കിടന്നു ഉറങ്ങും. പണ്ട് നോക്കിയിരിക്കൂലേ? നോക്കിയിരിക്കില്ല. എനിക്ക് ഒരുക്കാൻ വരുമ്പോ ഞാൻ പറഞ്ഞു. ജലദോഷം കുറഞ്ഞില്ലേ? ദിവസമുണ്ട്. കുറഞ്ഞില്ലേ? കുറഞ്ഞാ? ഞാൻ തലയിൽ തന്നെ പരമിട്ട് കിടക്കും. മഴ നയാൻ പോയ എന്തിന്? ഇന്നലെ മെനിങ്ങാണ്. അത് വീണ്ടും തറയിൽ പിടിച്ച? ഞാൻ തലയിൽ തന്നെ കിടക്കണം. കണ്ടിട്ട് അത്ര മണ്ണ്. അപ്പൊ മണ്ണ് നിങ്ങളെ കാലിലെ മണ്ണല്ലേ, അല്ലാതെ വേറെ ആരുടെയും മണ്ണല്ലല്ല. ഞാൻ കട്ടില് കിടക്കും. ഞാൻ കട്ടില് തട്ടിക്കുടഞ്ഞേരാ. കട്ടില് കിടക്കി. മഴയാണ്, തണുപ്പാണ്, കറക്കാട് കിടക്കല്ലേ. കേട്ടാ? ഞാൻ കട്ടിൽ തലയിൽ കിടക്കും. ഇതെന്തോ പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ സ്റ്റാപ്ലറല്ല കളിക്കണ. കൈ മുറിഞ്ഞ് കയ്യിരിപ്പ് നന്നാവണം. ഈ പെണ്ണി ബുക്കൊന്നും ഇല്ലേ? അവക്ക് ബുക്കൊന്നും ആയില്ല. അവക്ക് അങ്കൻവാടിയില് ബുക്കുണ്ട്. അങ്കൻവാടി ബുക്കുണ്ട്. കാക്കളോ പൂക്കള ബുക്കുണ്ട്. ഇതാ അവന്റെ നിക്കറെടുത്ത് പിന്നോട്ടിട്ടിരിക്കണ. നിനക്ക് വീട്ട് തുണിയില്ലേ പെണ്ണും പിള്ളേ? എനിക്കതൊന്നുമല്ലേ. ഇത് പാടല് പാടല്ല, നിക്കറ്. അവന്റെ നിക്കറ്. അവന്റെ നിക്കാറ്. അവിടെ എടുത്തിട്ടെങ്ങനെ അവൻ വാങ്ങിക്കണം. ചട്ടിയെത്തിട്ടാൽ നിങ്ങളല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് അവന്റെ നിക്കറന്ന്. അതിനിടയ്ക്ക് മറന്നുപോയാ? അവന്റെ എനിക്കറിയില്ല. അയ്യോ എന്തിനൊക്കെ അവര് പറയണോ. 5 മിനിറ്റോടത്ത് 5 മിനിറ്റോടത്ത് അവര് ചാർജ് ഓഫാവും. നീ എങ്ങനെ ഞാൻ പറയുന്നു മേളിലോട്ട് എണീക്കുന്നു? തറയിരുന്ന എണീക്കാൻ പാടാണമ്മ. നീ തല ഇരിക്കണം. നീ അല്ലേ തറയില്ല. അയ്യോ എങ്ങനെ എണീക്കുമെന്തോ ഭഗവാനെ. നാളെ ദോശ ഇടൂന്നെ. അതിപ്പോ ദോശയുടെ ഒരു കൊതി. ഈ പുട്ടല്ലോ നിങ്ങളൊരു 5 മിനിറ്റ് മുമ്പ് പറഞ്ഞ നാളെ പുട്ട വയ്ക്കാനല്ലേ? നാളെ ദോശ ഇടൂന്ന്. ദോശക്ക് മാവാട്ടിയില്ലമ്മ. ഇന്നെ ആട്ടിയാ പോലെ. ഇനി ആട്ടിയാ പറ്റൂല. ഇനി ഇട്ടാ. ഓ ഇനി അരി ഉഴുന്നിട്ട് കൗരണ്ടേ?
മണി ഇപ്പൊ തന്നെ 5 അരി ഉഴുന്നോട്ട് പോകുന്നു പൊലിച്ച്. വെള്ളത്തിൽ എന്ന് വെള്ളത്തിൽ നാളെ ആട്ടാം. ഇങ്ങോട്ട് എടുക്കാം. ഓ നാളെ ആട്ടാം. ദോശ കൊടുക്കണേ. ഓ നാളെ ദോശ കൊടുക്കും. ദോശ തിന്നാൻ കൊതിയാവണം. ഒന്നും കേട്ടുകൂടാ. ദോശ തിന്നാൻ കൊതിയാവണം. കൊതിയാവണാ? ശരി അപ്പൊ നാളെ ചൂട്. ശരി ഞാൻ പോട്ടാന്നേ. ജോലി അയ്യോ ഇങ്ങനെ എണീക്കുമെന്തോ ഭഗവാനെ. അയ്യോ 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 കൊച്ചുള്ളോണ്ട് എണീറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അല്ലേ? അയ്യോ നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. എടുത്തോളാം എടുത്തോളാം. ഈ വരിക്കൊണ്ട് കളയല്ലേ അവിടെ. ഈ പേപ്പർ ഞാൻ വാരി തീരെ കൊണ്ടിടാമോ? എവിടെ കൊണ്ടുപോണത്? അവള് കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോയടാ കത്രിക. പക്ഷെ ഞാൻ പിടിച്ചു വാങ്ങിച്ചു, കാരണം എനിക്ക് എന്റെ മകളെ അറിയാം. ഇത് കണ്ട അമ്മ? കാരണം പേപ്പർ ഒതുങ്ങുന്ന സാധനം ഞാൻ പൊതിഞ്ഞില്ലേ? അയ്യോ പേപ്പറിലല്ല ബുക്ക് പൊതിയണ പറഞ്ഞ ആദ്യം. ബുക്ക് പൊതിയണ പേപ്പർ ഇതിട്ടാണൊക്കെ പൊതിഞ്ഞ, മനസ്സിലായാ? കണ്ടെടുത്താണ് പൊഞ്ഞോണ്ടിരിക്കണം. കണ്ടെടുത്താണ് പൊഞ്ഞോണ്ടിരിക്കണം. കലണ്ടറാ? അതിന്റെ പേപ്പർ പണ്ടാ? ഇപ്പൊ ഈ പേപ്പറായത്. ഓ എന്ത് ചെയ്യണത് അവിടെ?